തുടർഭരണം സാധ്യതയുണ്ടോയെന്ന് വെച്ചാൽ നിലവിലത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നെക്ക് ടു നെക്കാണ് കാര്യങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ തുടർഭരണത്തിൻ്റെ ആവശ്യമില്ല എന്നേ ഞാൻ പറയൂ. കാരണം ഓൾറെഡി 10 വർഷം ഭരിച്ചു കഴിഞ്ഞു. നിലവിൽ ആദ്യത്തെ 5 വർഷത്തേക്കാളും അത് കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷത്തിലേക്ക് കടന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അഴിമതിയുടെ കാര്യത്തിലായിക്കോട്ടെ, അതിനേക്കാൾ അപ്പുറത്തേക്ക് ധാർഷ്ട്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. തുടർഭരണം വരണം തന്നെയാണ് ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ ഈ 10 വർഷത്തെ പവർ കട്ട് ഇല്ലാത്തൊരു കാരണം, പിന്നെ നിരവധി വികസനങ്ങൾ റോഡായാലും ഇപ്പം സ്കൂളിലായാലും ഗവൺമെൻറ് സ്കൂൾസിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ നിലവാരം അത്ര ഉയർന്നിട്ടുണ്ട്. പിന്നെന്താ പറയണ്ടേ, നമ്മളെ റോഡുകൾ അത്ര നല്ല റോഡും പാലങ്ങൾ, പിന്നെ മാസം 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തുടരണം എന്നാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, എസ്പെഷ്യലി കഴിഞ്ഞ ഒരു അവസാനത്തെ 5 വർഷത്തിനിടയിൽ പ്രതിപക്ഷം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭരണപക്ഷത്തിൻ്റെ ഓരോരോ പിഴവുകളും ഇനി എന്തൊക്കെ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിലും പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണൽ വിലയിരുത്തൽ. ഒരു വനിതാ മുഖ്യമന്ത്രി വരണം എന്നുള്ളത് ഇപ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിലും എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പം KR ഗൗരിയമ്മ പോലുള്ള ആൾക്കാർ മുഖ്യമന്ത്രി ആ ഒരു സീറ്റിൻ്റെ അടുത്തെത്തിയിട്ട് പിന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ആണെങ്കിലും ശൈലജ ടീച്ചറെ പോലുള്ള ആൾക്കാർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണാൻ ആഗ്രഹമുണ്ട്.